നമസ്കാരം. ഈ ഓണനാളുകളിൽ ഓണവിശേഷങ്ങളും പാട്ടോർമ്മകളും ജീവിതാനുഭവങ്ങളും പിന്നിട്ട വഴികളിലെ വിശേഷങ്ങളുമെല്ലാം പങ്കുവയ്ക്കുവാനായി നമ്മോടൊപ്പമുള്ളത് വിശേഷങ്ങൾക്ക് അതീതനായ ശ്രീ ജി ശ്രീറാം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷം? സുഖമാണോ? സുഖം. ഓണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു 2 വരി, ലളിതഗാനമാണോ സിനിമ പാട്ടാണോ എന്തായാലും? ഞാൻ ഈ ആകാശവാണിക്കാരനായിരുന്നതുകൊണ്ട് ഇപ്പോഴും ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല, ആണ് റിട്ടയർ ചെയ്തെങ്കിലും പെട്ടെന്ന് ആകാശവാണിയിലെ പാട്ടുകളായിരിക്കും. ഈ ഓണം സമയത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ ഓണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ഗാനങ്ങൾ, ഓണഗാനം പല പല കവികൾ എഴുതിയ. അപ്പോൾ അത് അന്നത്തെ കാലത്ത് ഞാൻ പാടിയ, ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പാടിയ പെട്ടെന്ന് ഒരു 2 വരി പാടാം. മിഴി തുറന്നു പൂവെല്ലാം മിഴി തുറന്നു, പൂവായ പൂവെല്ലാം മിഴി തുറന്നു, പാലാഴിത്തിരയേറ്റ് പൂവായ പൂവെല്ലാം മിഴി തുറന്നു, മാവേലിപ്പാട്ടിൻ്റെ പാലാഴിത്തിരയേറ്റ് പൂവായ പൂവെല്ലാം മിഴി തുറന്നു, മിഴി തുറന്നു. നമുക്ക് നല്ലൊരു വൈബോടുകൂടി തുടങ്ങാൻ പറ്റുന്ന കാവാലം നാരായണപ്പണിക്കർ സാറിന്റെ വരികളാണ്, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. തൈക്കാടാണ് സ്വന്തം സ്ഥലം. സംഗീതജ്ഞനായ അച്ഛൻ്റെയും അമ്മയുടെയും മകനായിട്ടുള്ള ജനനം. ചേർത്തല ഗോപാലൻ നായർ. അതെ, ലളിത ഗോപാലൻ നായർ. പിന്നെ മോഡൽ സ്കൂളിൽ പഠനം, ആർട്സ് കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ്. ആർട്സ് കോളേജിൽ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു മോണാക്ട് തുടങ്ങുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു അറിയപ്പെടുന്ന മിമിക്രി കലാകാരനായി മാറുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കോളേജ് വിട്ടിറങ്ങിയിട്ട് സിനിമയിൽ ചേക്കേറാൻ ശ്രമിച്ചു, പക്ഷെ അവിടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിനിടയ്ക്ക് അധ്യാപകന്റെ റോൾ എടുത്തു. 91 ശേഷം ആകാശവാണിയിലേക്ക് പോകുന്നു. ഈ ഞാൻ പറഞ്ഞ ഈ പിന്നിട്ട വഴികൾ എങ്ങനെ ഓർത്തെടുക്കുന്നു? ഇനി ഈ പിന്നിട്ട വഴികൾ ഓർത്തെടുക്കൂ. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ശരിയാണ്, തൈക്കാടായിരുന്നു താമസം. ഇപ്പം ഞാൻ താമസിക്കുന്ന പൂജപ്പുരയാണ്. തൈക്കാട് താമസം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരുപാട്, വീട്ടിൽ മുഴുവൻ സംഗീതമാണ്. ചുറ്റുവട്ടത്ത് താമസിച്ചിരുന്നവരെല്ലാം തന്നെ സംഗീതവുമായി ബന്ധപ്പെട്ടവരാണ്. ആ ഒരു ഭാഗം മുഴുവൻ, പ്രത്യേകിച്ച് സംഗീത കോളേജ് ഉള്ളതുകൊണ്ട്. ഞാൻ പിന്നീട് സംഗീത കോളേജിലും ചേർന്ന് പഠിച്ചു കേട്ടോ, MA യൂണിവേഴ്സിറ്റി കോളേജ് കഴിഞ്ഞിട്ട്. എനിക്ക് തോന്നി അച്ഛൻ ഗുരുവാവാത്ത പ്രശസ്തരായ സംഗീതജ്ഞർ ആരും കേരളത്തിൽ തന്നെ കാണില്ല എന്ന് തോന്നുന്നു. ഒരുപാട് പേര് അച്ഛനടുത്ത് പഠിച്ചവർ തന്നെയാണ്. അച്ഛൻ പിന്നെ ഈ സംഗീതത്തിനോട് കോംപ്രമൈസ് ഇല്ലാത്തൊരു മനുഷ്യനായതുകൊണ്ട് വളരെ കുറച്ച് പേര് പഠിച്ചിട്ട് ഇത് നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് വിട്ടു പോകുന്ന ഒരു കാലഘട്ടം കൂടെ. പാട്ടിന്റെ കാര്യത്തിൽ അച്ഛന് പക്കയാവണം, അല്ലെങ്കിൽ അവിടെ മോനെന്നോ അമ്മയെന്നോ അച്ഛനെന്നോ ഒരു പരിഗണനയില്ല അവിടെ. സംഗീതത്തിന് വേണ്ടി ജീവിച്ച് മരിച്ചൊരു മനുഷ്യന്. അതുകൊണ്ട് അപ്പോൾ ഒരുപാട് പേര് പഠിച്ചിരുന്നു അന്ന് അച്ഛനോടൊപ്പം. ആദ്യകാലത്ത് ഒരുപക്ഷെ നമ്മുടെ വേണുചേട്ടൻ എന്ന് വിളിക്കുന്ന നാഗവള്ളി പാടുമായിരുന്നു. വേണുനാഗവള്ളി ചേട്ടൻ ആ ഒരു അവരുടെ കൂടെ പഠിച്ചിരുന്ന കുറേ പേര് പാട്ട് പഠിച്ചിരുന്നു. അതിനു മുമ്പ് ശാന്താപ്പി നായർ അമ്മ, അവർ കുറേ നാൾ അച്ഛനടുത്ത് പഠിച്ചിരുന്നു. പിന്നീട് ഇങ്ങോട്ട് MG ശ്രീകുമാർ, G വേണുഗോപാൽ, ONV രാജീവ്, അങ്ങനെ ഒരുപാട് പേര്, അവരുടെ സിസ്റ്റർ മായ, ഒരുപാട് പേര്. ഇപ്പോഴത്തെ ആയുർവേദ്യശാലയിലെ ഫിസിഷ്യൻ ഡോക്ടർ സുകുമാരൻ, അങ്ങനെ കുറെ പേര്. എങ്ങനെ പറയുമ്പോൾ ചിലരുടെ പേര് വിട്ടുപോകും. ശിഷ്യസഞ്ചയം വളരെ വലുതായിരുന്നു അച്ഛൻ്റെ. അപ്പൊ അത് എത്രമാത്രം ചേട്ടന്റെ ഈ സംഗീതവാസനയെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഞാൻ കൂടുതലും കേട്ടാണ് പഠിച്ചത്. ഞാൻ വളരെ അപൂർവമായിട്ടാണ് അവരുടെ കൂടെ ഞാൻ ചെന്നിരിക്കുന്നത് പഠിക്കാൻ. എന്നെ മാത്രമായിട്ട് അച്ഛൻ ഇരുത്തി പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിപ്പോ ഒരു കുറ്റമായിട്ട് പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. അച്ഛൻ പറഞ്ഞത് അല്ല, സംഗീതം ചേട്ടനിൽ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ടാലും ഒരു ചിട്ടയായിട്ടുള്ള ഒരു പഠനം ഉണ്ടെങ്കിൽ കുറെ കൂടെ നല്ലതാണ്. കാരണം എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, ഞാൻ ഈ സ്കൂൾ കാലം മുതൽ കോളേജ് തലം, അത് കഴിഞ്ഞിട്ട് ഈ മ്യൂസിക് അക്കാഡമിയിൽ PG ഡിപ്ലോമ എടുക്കുന്ന സമയത്ത് പോലും പറയുന്നത് ചേർത്തല ഗോപാലൻ നായരുടെ മോനാണ്. അപ്പൊ സ്കെയില് വലിയ സ്കെയിൽ നമ്മൾ അളക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ ചിട്ടയായിട്ടുള്ള ഒരു പഠനം ഉണ്ടായിട്ടില്ല സത്യം.
ഇന്ന് അച്ഛന്റെ തിരക്കുകൾ കൊണ്ടാണോ അത്തരത്തിലൊരു അല്ല, അച്ഛൻ എന്നെ പേഴ്സണലി അങ്ങനെ ഒറ്റയ്ക്കിരുത്തി പഠിപ്പിച്ചിട്ടില്ല. അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവന് പാട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ അവൻ വന്നിരുന്ന് പഠിക്കണം, തല്ലി പഠിപ്പിച്ചിട്ട് ഗുണമില്ല. അത് സത്യമാണ്. നമ്മുടെ ഒരു ആഗ്രഹത്തോടു കൂടി ചെല്ലണം. അച്ഛൻ അങ്ങനെയായിരുന്നു, പക്ഷെ അത് അച്ഛൻ അങ്ങനെയായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ആവണമെന്നല്ല. ഈ കുട്ടികളെ ഒന്ന് പിടിച്ചിരുത്തിയാലേ അച്ഛൻ സംഗീതം മാത്രം മതി എന്ന് പറഞ്ഞ് ചേർത്തലയായിരുന്നു സ്കൂൾ ഫൈനൽ കഴിഞ്ഞിട്ട് അച്ഛൻ ഇങ്ങ് പോരുമായിരുന്നു. തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു സ്വയർനാൾ സംഗീത കോളേജ് ഉണ്ടെന്ന് പറഞ്ഞറിഞ്ഞിട്ട് ബാക്കി അങ്ങനെയാണ് നിങ്ങളൊക്കെ തിരുവനന്തപുരംകാരായത്. ആക്ച്വലി ചേർത്തലയാണ് അച്ഛൻ്റെ വീട് ചേർത്തല, അമ്മ ഇവിടെ തിരുവനന്തപുരം തന്നെയാണ്. അങ്ങനെ അച്ഛൻ എനിക്ക് തോന്നുന്നു ആകാശവാണിയിലെ ആദ്യത്തെ പ്രൊഡ്യൂസർ ആയിരുന്നു. അതെ, 1950കളിൽ അച്ഛൻ ജോയിൻ ചെയ്തതാണ്. അച്ഛൻ പ്രൊഡ്യൂസറായിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പക്ഷെ കോയിൻസിഡൻസ് ആയിട്ട് മകനും പാട്ടിന്റെ വഴിയിലൂടെ വന്നു. പിന്നെ ആകാശവാണി ഒരു വലിയൊരു ചേക്കേറിയ ഒരു സ്ഥലം ആകാശവാണി. അത് ഇതൊന്നും അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആകാശവാണിയിലെ ജോലിക്ക് കയറുന്ന പോലും താല്പര്യം ഇല്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ. അപ്പോൾ ഞാൻ UPSC വഴി പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിട്ടാണ് 91 കയറുന്നത്. അപ്പോൾ ഈ ഓർഡർ ഞാൻ പുറത്ത് പോയിട്ട് വരുന്ന വഴിക്ക് അച്ഛൻ വരാന്തയിൽ നിൽപ്പുണ്ട്, ഈ അപ്പോയിൻമെന്റ് ഓർഡറായിട്ട്. എക്സ്പ്രഷൻ ഇതാണ്, നിനക്ക് അപ്പോയിൻമെന്റ് ഓർഡർ വന്നിട്ടുണ്ട്. ഏത് ആകാശവാണിയിൽ മാംഗ്ലൂരാണ്. നീ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ജീവിച്ചോ, പാട്ട് മറന്നേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇത് തരുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കും വേറെ ഏതെങ്കിലും അച്ഛന്മാർ ഇങ്ങനെ അല്ല, അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ആകാശവാണിയിലൊക്കെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ലോട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു. ആകാശവാണിയേ ഉള്ളൂ അന്ന്, ഈ മീഡിയ ഒന്നും ഇല്ലല്ലോ. ഇല്ല. ഈവൻ ദൂരദർശൻ പോലും, ദൂരദർശനുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷെ ദൂരദർശൻ ഉണ്ടെങ്കിലും എല്ലാവരും കൂടുതലും ആകാശവാണി കാലം എന്ന് പറയുന്നത് അപ്പോ ഒരു സ്റ്റാർ ജോബാണ്. അപ്പോ തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് അച്ഛൻ പറഞ്ഞത് പക്ഷെ സത്യമായിരുന്നു. പാട്ട് അങ്ങനെ വിടേണ്ടി വന്നു, കാരണം ഒരുപാട് സ്ട്രെസ്സാണ്. പലതരത്തിലുള്ള പ്രോഗ്രാംസ് ചെയ്യണം. അന്ന് ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സ്പൂളിലാണ്, ഇപ്പോഴത്തെ പോലെ ഡിജിറ്റലൈസ് ചെയ്തിട്ടില്ല. അന്ന് സ്പൂൾ സിസ്റ്റമാണ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. മിക്സിങ്ങും കാര്യം പഴയ ടേപ്പ് ഉണ്ടല്ലോ, നമ്മുടെ കാസറ്റ് പോലത്തെ വലിയ ടേപ്പ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ടേപ്പിലാണ് ഈ പരിപാടി മുഴുവൻ. ഭയങ്കര ബുദ്ധിമുട്ടാണത്. അപ്പം മുഴുവൻ സമയവും ആകാശവാണി തന്നെയായിരുന്നു. അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കണം. അപ്പം അങ്ങനെ ഒരു ജീവിതമായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞത് ഒരു പരിധിവരെ സത്യമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ അത്രയും നാൾ കൊണ്ട് പഠിച്ച് പക്കയാക്കി ജോലിക്ക് കയറണമായിരുന്നു. ഈ മോൺ ആക്ട് ഒക്കെ എങ്ങനെയാണ് ഈ മോൺ ആക്ടിലേക്കൊക്കെ വരുന്നത്? എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഈ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അച്ഛനും ഇങ്ങനത്തെ ഈ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അച്ഛൻ ഭയങ്കര ഈ കുറുക്കി കൊള്ളുന്ന തമാശകൾ പറയും. വെറുതെ എന്നെ പോലെ വളിപ്പടിക്കാനില്ല. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിൽ ഒരു കമന്റ് വന്നാൽ അച്ഛൻ അത് കറക്റ്റായിട്ട് കുറുക്കി കൊള്ളുന്ന മറുപടി കൊടുക്കും. അതെല്ലാവരും പൊട്ടിച്ചിരിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. സീരിയസ് ആയിരുന്നു ആള്. പക്ഷേ ഈ അച്ഛൻ്റെ ചെറുപ്പകാലത്ത് വീടിൻ്റെയൊക്കെ പുറകിലിരുന്ന ഈ ചേര തവളയെ പിടിക്കും അത്രേ. അപ്പൊ അതിൻ്റെ ഒരു വിളിയുടെ ശബ്ദമൊക്കെ ഉണ്ട്. അതൊക്കെ അച്ഛൻ കേൾപ്പിക്കുമ്പം വീട്ടുകാർ അയ്യോടാ അവിടെ ചേര വന്നിട്ടുണ്ട്, ഇറങ്ങി ഓടിച്ചില്ലെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിന്റെ ആയിരിക്കാം ഒരംശം കിട്ടിയത്. ആദ്യം ചെയ്ത മോണാക്ട് ഓർമ്മയുണ്ടോ? മോണോആക്ട് മിമിക്രി അങ്ങനെ അന്നൊക്കെ ഈ എന്തെങ്കിലുമൊക്കെ തമാശകൾ കാണിക്കുക. സത്യം പറഞ്ഞാൽ എൻ്റെ അനിയനുണ്ട്. അനിയൻ ഇപ്പോ ഡോക്ടറാണ്. ഇപ്പോൾ കണ്ണൂർ ആയുർവേദ കോളേജിലെ ആയുർവേദ ഹോസ്പിറ്റലിലെ സൂപ്രണ്ടാണ്. അനിയൻ അന്ന് സ്കൂളിൽ ചെറിയ മോണോആക്ട് മിമിക്രി ഒക്കെ കാണിക്കും. അപ്പോൾ അത് സ്കൂളിൽ സാറ് അടി കൊടുത്താ ചെയ്യിപ്പിക്കുന്നത്. ശ്യാമേഷനാ വന്ന് ചെയ്യുക. അപ്പം അനിയൻ എടുത്ത് ചേട്ടാ 1-2 ഐറ്റംസ് ഒക്കെ കാണിക്കണം. അപ്പം ഞാനിത് തപ്പി നടക്കും, എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടോ. അപ്പോൾ അന്ന് നെടുമുടി ചേട്ടൻ, വേണുചേട്ടനൊക്കെ മിമിക്രി മോണോആക്ടൊക്കെ ചെയ്യുന്ന അവരുടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കടമെടുത്ത് അതങ്ങനെ പറഞ്ഞു കൊടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു ചേരുന്നത്. എൻ്റെ കോളേജിലെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ തലം മുതലേ ഞങ്ങൾ പഠിച്ചു വരുമ്പോൾ എന്നോടൊപ്പം പഠിച്ചിരുന്നതാണ് D. ശ്രീനിവാസൻ. എന്നോടൊപ്പം തമിഴിലെ ഒപ്പം പഠിച്ചു വന്ന ശ്രീനിയുടെ ടാലന്റ് എന്ന് പറഞ്ഞാൽ അപാര ടാലന്റാണ് പാട്ടുകാരൻ. G. വേണുഗോപാൽ. പിന്നെ എൻ്റെ സീനിയറായിട്ട് MG ശ്രീകുമാർ സ്കൂളിലുണ്ടായിരുന്നു. 2-3 വർഷം സീനിയറാണ്. പിന്നെ അല്ലാതെ തന്നെ കുറേ നല്ല പാട്ടുകാർ അന്നത്തെ കാലത്തുള്ള കുറേ പേരുണ്ടായിരുന്നു. പലരും ഫീൽഡിൽ ഇല്ലെന്നേ ഉള്ളൂ. അപ്പം മത്സരത്തിന് പോയാൽ ഞാൻ എപ്പോഴും 2-മോ 3-മോ ആയിരിക്കും. ഇവർക്കാണ് ഫസ്റ്റ്, അവർക്ക് അതേ കിട്ടുള്ളൂ.
അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്റ്റേജ് കയറുമ്പോൾ തന്നെ. ഇന്നത്തെ പോലത്തെ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഒന്നും അങ്ങനെയില്ല. അത് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. ഇപ്പോൾ ചില സമയത്ത് അച്ഛനെ ജഡ്ജായിട്ട് വിളിക്കും. അച്ഛൻ ആകാശവാണിയിലാണ്. അപ്പോൾ അച്ഛനെ വിളിക്കുമ്പോൾ ഈ അച്ഛൻ ജഡ്ജ് ചെയ്തിട്ട് ഈ ശ്രീനിവാസനൊക്കെ പാടുന്നതായിട്ട് ഇരുന്ന് കരയും. അത്രമാത്രമാണ് ടാലന്റ്. അതുപോലെ തന്നെ വേണു അവരൊക്കെ പാടുന്നത് കേട്ട് അച്ഛന് കണ്ണ് നിറയും. അപ്പോൾ ഇതുപോലെ പലരും വരും കേട്ടോ. അപ്പോൾ ഇതിന് എനിക്ക് സമ്മാനം കിട്ടിയോ ഇല്ലയോ എന്നൊരു ചോദ്യമൊന്നുമില്ല. ഒരു പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് അന്ന് കോമ്പറ്റീഷന് ജഡ്ജായിട്ട് വരുന്നവരൊക്കെ അച്ഛനുമായിട്ട് അതുപോലെ പരിചയമുള്ളവർ തന്നെ ആയിരിക്കും. കാരണം അച്ഛൻ ആകാശവാണിയിലെ പ്രൊഡ്യൂസറാണ്. ഇന്ന് വരെ ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അവന് 3rd പ്രൈസ് കിട്ടിയത് അല്ലെങ്കിൽ സമ്മാനം കിട്ടാത്തത്, അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ ഫസ്റ്റ് പ്രൈസ് കിട്ടി, അങ്ങനെ ഒരു ചോദ്യമേ ഇല്ല. മത്സരിക്കാൻ പൊക്കോ, അവിടെ തീർന്നു. അപ്പോൾ അത് കണ്ടാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മത്സരത്തിലും ഞാൻ ചേരും. പക്ഷേ ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. ആർട്സ് കോളേജിൽ വന്നു, പ്രീ ഡിഗ്രിക്കും ഇതേ അവസ്ഥ. യൂണിവേഴ്സിറ്റി കോളേജിൽ ചേരുമ്പോൾ അവിടെ ഇതേ അവസ്ഥ, ഇതേ ടീമാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ആർട്സ് കോളേജിൽ വെച്ച് നമ്മുടെ TK രാജീവ് കുമാർ അവിടെ പ്രീ ഡിഗ്രിക്ക് ചേരുന്നു. അവിടെ മുതലാണ് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ TK രാജീവ് കുമാർ അന്ന് മോണോ ആക്റ്റും മിമിക്രിയും താല്പര്യമുള്ള ആളാണ്. ബാലൻ മാധവൻ ഇപ്പോഴത്തെ പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ, അതുപോലെ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഈ രാജീവിൻ്റെ അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഈ 4 പേര് ഞങ്ങൾ അവിടെയുണ്ട്. പിന്നെ നന്ദകുമാർ ഡബിങ് ആർട്ടിസ്റ്റ്, ഇപ്പോഴത്തെ SBTയിലുണ്ടായിരുന്ന പുള്ളി ആ സമയത്ത് MG കോളേജ് വേറെ എവിടെയായിരുന്നു. ഇപ്പം ഞങ്ങൾ 4 പേരും ഈ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഞങ്ങൾ ഈ മോണോ ആക്ട് മിമിക്രിയൊക്കെ കാണിച്ചു തുടങ്ങി, ശബ്ദങ്ങൾ അനുകരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ശരിക്കും ഒരു. അപ്പോൾ ഈ രാജീവ് കുമാറാണ് എന്നെ നിർബന്ധമായിട്ട് സ്റ്റേജിൽ കയറ്റിയത് മത്സരത്തിന്. അപ്പോൾ ഞാൻ ഒഴിഞ്ഞു നിന്നു. ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും അറിയില്ല. പക്ഷെ അന്ന് എനിക്ക് ഫസ്റ്റ് കിട്ടി, ഇവർക്ക് 2ndo 3rdo ഒക്കെ ആയുള്ളൂ. അന്ന് അങ്ങനെ തുടങ്ങി. അപ്പോൾ നോക്കുമ്പോൾ ഇത് നമുക്ക് സേഫായിട്ടുള്ളൊരു വഴിയാണെന്ന് തോന്നി. കാരണം പാട്ടിൽ ഒരു രക്ഷയില്ല. അപ്പം മിമിക്രി കാണിച്ച് യൂണിവേഴ്സിറ്റി കോളേജ് ചെല്ലുമ്പോൾ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് എനിക്കാണ് 1ാം സ്ഥാനം. തുടർന്ന് 3 വർഷം ഞാനായിരുന്നു ഹാട്രിക്. അപ്പോൾ അതോടുകൂടി സകല കോളേജുകളിലും ഞാനാണ് മിമിക്രി. അപ്പം ഒരുപാട് ആരാധകർ പാട്ടിനേക്കാളും. അപ്പം പാട്ട് ലൈറ്റ് മ്യൂസിക് ഒക്കെ പാടിയിട്ട് പോകും. മിമിക്രി എന്ന് പറയുമ്പോൾ കൈയടി ബഹളം ഭയങ്കര സംഭവം. അപ്പൊ ഇങ്ങനെ ഈ ഇടയ്ക്ക് കുട്ടികളൊക്കെ കൂടി നിൽക്കുമ്പോ ഇങ്ങനെ ശ്രീരാമേട്ടൻ പോകുമ്പോഴത്തേക്ക് അവർ ചോദിക്കും എവിടെ ഒരു മിമിക്രി കാണിക്കുന്നത്. അപ്പൊ എന്താണ് അവിടെയൊക്കെ സ്ഥിരം നിങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിലേക്ക്? അല്ല, ഞാൻ ഈ സ്റ്റേജിൽ കോമ്പറ്റീഷന് വേണ്ടി ചെയ്തത് അതിപ്പോ ആലോചിക്കുമ്പോഴും എന്നെ ഇതാരും പഠിപ്പിച്ചു തന്നിട്ടില്ല. അന്ന് ചെയ്ത ചില ചെറിയ ശബ്ദങ്ങളായിരുന്നു. അന്ന് ഈ കുഞ്ഞ് പ്രസവിച്ച് വീണ് കുഞ്ഞ് കരയുന്നത്, അല്ലെങ്കിൽ ഈ ഇടയ്ക്ക വായിക്കുന്ന ശബ്ദം. അതുപോലെ ഞാൻ ഒരെണ്ണം ചെയ്തത് ടേബിൾ ടെന്നീസ് ബോള് തറയിൽ തെറിച്ച് വീണ് പോകുമ്പോൾ കേൾക്കുന്ന ശബ്ദം. അതൊന്നും ആരും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു. അപ്പൊ ടേബിൾ ടെന്നീസ് ബോൾ ഇങ്ങനെ അപ്പൊ ഇത് ഞാൻ എവിടുന്നോ കേട്ട് മനസ്സിൽ വന്നത്. അപ്പൊ ഇതൊന്നും പരീക്ഷിക്കാനൊന്നും സ്ഥലമൊന്നുമില്ല. ഇതൊക്കെ അന്ന് എങ്ങനെ കാണിച്ചു എന്ന് ഇപ്പൊ ആലോചിക്കുമ്പോൾ പേടിച്ചു പോകും. ഇതുപോലുള്ള ശബ്ദങ്ങൾ, ഫ്ലാസ്കിൽ വെള്ളം നിറയ്ക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദം നമ്മള് ഇപ്പോഴൊന്നും അധികം കാണാറില്ല. പണ്ട് ചൂടുവെള്ളം നിറച്ച് അത്, പക്ഷെ അത് വളരെ ചെറിയ ശബ്ദം. മൈക്ക് അങ്ങനെ ഉണ്ടെങ്കിലേ കേൾക്കാൻ പറ്റും. അതുപോലെ പൈപ്പ് തുറക്കുമ്പോൾ ടാപ്പ്, ഇപ്പോഴതില്ല. പണ്ട് ടാപ്പ് തുറക്കുമ്പോൾ ശബ്ദമേ ഉള്ളൂ, വെള്ളമില്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഇതാണ് ഞാൻ കാണിച്ചത്. അപ്പൊ അതൊരു വലിയ വെറൈറ്റി ആയിട്ട് അന്ന് മുഴുവൻ ഈ ഇംഗ്ലീഷ് ഫിലിമിന്റെ ട്രെയിലർ, അല്ലെങ്കിൽ ഈ എന്താണ് നമ്മുടെ ഭൂഗോളം ഉണ്ടാവുന്ന ശബ്ദം, പൊട്ടിത്തെറി, ഇതൊക്കെ ഭയങ്കര ചെറുത അടുപ്പിക്കുന്ന ശബ്ദങ്ങളായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിനെയൊക്കെ വെട്ടിയിട്ടാണ് ഞാൻ ഈ കൊച്ചു ശബ്ദങ്ങളുമായിട്ട്. പിന്നെ ഒരു പാട്ട് ബേസ്ഡ് ആയിട്ടുള്ള അമ്പിളിയമ്മാവ എനിക്കിപ്പോൾ, പക്ഷെ അത് ബുദ്ധിമുട്ടാണ്. അമ്പിളിയമ്മാവ എന്നുള്ള പാട്ട്, നാടകഗാനം, അത് പലതരത്തിലുള്ള ട്യൂൺ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറയാം. അപ്പം അന്ന് ഈ ഫീമെയിൽ വോയിസ് ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു. അതൊക്കെ കാണിച്ചാണ് മിമിക്രിയിലോട്ട് കയറിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സൂപ്പർ മിമിക്സ് എന്നുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഞങ്ങൾ ഈ 4 പേര്, നന്ദകുമാർ പിന്നീട് വന്നു.
എനിക്ക് തോന്നുന്നു ആ ഒരു കലാവാസനയായിരിക്കും പിന്നീട് ആകാശവാണിയിലെ അമ്മാവനിലേക്ക് ആവാഹിച്ചത് അല്ലേ? എനിക്ക് തോന്നുന്നു പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ് അത്. ശ്രീറാമേട്ടന്റെ സൗണ്ട് ആണ്. നമ്മളൊക്കെ കണ്ടതും കേട്ടതും അത് കേൾക്കാൻ വേണ്ടി തന്നെ ഒരു സമയം നമ്മൾ 5 മിനിറ്റ്സേ ഉള്ളൂ അല്ലേ? 5 മിനിറ്റേ ഉള്ളൂ. പക്ഷെ അതിലെ അമ്മാവൻ അതുകൊണ്ട് തന്നെ പേര് അനൗൺസ് ചെയ്യില്ല. ആകാശവാണിയിൽ 5 മിനിറ്റിന് താഴെയുള്ള പരിപാടിക്കൊന്നും ഒരു ആർട്ടിസ്റ്റിന്റെ പേര് അങ്ങനെ പറയില്ല. പിന്നെ സ്റ്റാഫും കൂടെയാണ്. അപ്പൊ ആർക്കും അറിയില്ല ഞാനാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു 18 മുതൽ 20 വർഷത്തോളം ഞാൻ ആ ക്യാരക്ടർ ചെയ്തു. എല്ലാ ആഴ്ചകളിലും ഉണ്ട്, ശനിയും ഞായറും. പക്ഷെ ഞാനാണെന്ന് അറിയില്ല. ഞാനും പിന്നെ ഓഫീസിലെ ഒരു സ്റ്റാഫ് മണികണ്ഠൻ മടവൂർ എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഒരു കമലൻ ഉണ്ടായിരുന്നു, പല്ലന കമലൻ, പുള്ളി മരിച്ചുപോയി. ചിലപ്പോൾ ഇങ്ങനെ ആൾക്കാർ മാറി മാറി വരും. എങ്ങനെയാണ് അതിലേക്ക് ഈ അമ്മാവന്റെ റോളിലേക്ക് എത്തപ്പെട്ടത്? എങ്ങനെയായിരുന്നു? ആകാശവാണിയില് ആദ്യകാലത്തെ രാമൻകുട്ടിയാർ സാറും അതുപോലുള്ള ഒരു ചെയ്തുകൊണ്ടിരുന്നവരാണ്. അതിനുശേഷം നാരായണൻ നമ്പൂരി എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത്, പുള്ളി അവിടെ ജോയിൻ ചെയ്യുമ്പോൾ പുള്ളി സ്ക്രിപ്റ്റ് എഴുതി ഇതിങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരു അമ്മാവൻ്റെ ക്യാരക്ടർ, അമ്മാവൻ ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാണുന്ന ഒരാൾ നമുക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞു വരുമ്പം നമ്മുടെ ഈ കാര്യങ്ങൾ ഒന്നും ഒരുത്തിനും ഇടപെടില്ല എന്ന് പറയുന്നത് സത്യമല്ലേ? നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിൻ്റെ കൂടി എത്ര പ്രാവശ്യം പറഞ്ഞില്ല അവൻ, നീ ഒന്ന് വന്ന് സംസാരിക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കാനായിട്ട് നീ കേട്ടാ ഇല്ലല്ലേ? അപ്പൊ ഇതൊക്കെ അനുഭവിച്ചേ പറ്റൂ. എന്തൊരു പറവാനെ കൊണ്ട് ചെല്ല എൻ്റെ പപ്പനാവോ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളൊരു റേഡിയോ കാലത്തിലേക്ക് പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. എന്തായാലും അങ്ങനെ തുടങ്ങിയതാണ്. നാരായണൻ നമ്പൂരിക്ക് ശേഷം പിന്നെ ബിജു മാത്യു എന്നിട്ട് സ്ക്രിപ്റ്റ് എഴുതി. പിന്നെ പുറത്തുനിന്ന് ഒരുപാട് പേരെ കൊണ്ട് എഴുതിച്ചു. ഈ ട്രിവാൻഡ്രം ഭാഷ അതിനകത്ത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് എങ്ങനെയെന്ന് വെച്ചാൽ പലതും കേട്ടുള്ള പരിചയമാണ്. നമ്മൾ കണ്ടും കേട്ടുമുള്ള അതാണ്. പലർക്കും അറിയില്ല കേട്ടോ ശ്രീറാമേട്ടന്റെ ആണ് ഈ സൗണ്ട് എന്ന് പോലും ആ കാലഘട്ടത്തിൽ റേഡിയോ കൃത്യമായി കേൾക്കുന്ന ഒരാൾക്ക് പോലും തിരിച്ചറിയാൻ അന്വേഷിച്ച ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പൊ എന്നെ പാട്ടുകാരൻ എന്നല്ലേ അറിയുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ ആരെങ്കിലും പറയും ആ പോകുന്ന ആളാണ്. അപ്പം അതല്ല, ഞങ്ങൾക്ക് അത് ഞങ്ങൾക്കറിയാം. ശ്രീറാം സാർ പാട്ട് പാടുന്ന ആളാ, അതല്ല ഈ അമ്മാവൻ. പിന്നെ അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ടി വന്നു തെളിയിക്കാൻ വേണ്ടിട്ട്. കാരണം ഇതേപോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. അതൊക്കെ ഒരു കാലം. അത് ശരിക്കും റേഡിയോ കാർട്ടൂൺ ആയിരുന്നു. റേഡിയോ കാർട്ടൂൺ. ഈ ആകാശവാണിയിലേക്കുള്ള ഒരു പോക്ക് ഈ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ സംഗീതത്തെ ഒത്തിരി ചാൻസസുകൾ ഇല്ലാതാക്കിയെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ആ കാലത്തൊക്കെ അധികമായിട്ട് അങ്ങനെ ഇന്നത്തെ അത്രയും പാട്ടുകാരൊന്നും ഇല്ലാത്തൊരു സമയമാണ്. ചിലപ്പോൾ നമുക്ക് ആ മേഖലയിൽ ശോഭിക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, പക്ഷെ ഒരു വശത്ത് ആകാശവാണിയിലെ ഉദ്യോഗം എന്നെ പാട്ടിനെ സഹായിച്ചിട്ടുണ്ട് എന്ന് വേണേൽ പറയാം. ഒരു തരത്തിൽ ഈ പിന്നണി ഗാനം എന്നുള്ള എൻ്റെ മനസ്സിൽ പണ്ടേ ഇല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിലൊക്കെ പറയുമ്പോൾ ആദ്യകാലത്തൊന്നും പറ്റിയില്ല. എനിക്ക് അങ്ങനെ ഒരു ദുഃഖമേ ഇല്ല. എൻ്റെ മനസ്സിൽ ഈ ഒരു സിനിമാ പിന്നണി ഗായകൻ എന്നുള്ളൊരു പേരെൻ്റെ മനസ്സിലില്ല, ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഇത്രയും നാളും പോയത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സങ്കടവും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഉള്ളവരെ ഇപ്പം വേണുഗോപാലും ശ്രീനിയും ഒക്കെ സിനിമയിൽ പാടുമ്പോൾ ഞാൻ സന്തോഷമായിട്ട് അവരുടെ പാട്ടുകളെ കേൾക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ഒരിക്കലും എനിക്ക് ഒരു അവസരം കിട്ടിയില്ലല്ലോ ഇന്ന് വരെ വിചാരിച്ചു. അതായത് ആദ്യത്തെ പാട്ടിന് തന്നെ വലിയൊരു റെക്കഗ്നീഷൻ ആണ് കിട്ടിയത്, അവാർഡ് ഉൾപ്പെടെ. അപ്പൊ ആ സമയത്ത് തോന്നിയിട്ടുണ്ട് എനിക്ക് കുറച്ചുകൂടെ മുന്നേ ഇതാകാമായിരുന്നു എന്നുള്ളത്. ഇത് ഒരുപാട് പേര് ചോദിച്ചതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി, ഇതാണ് എൻ്റെ സമയം. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഇപ്പോൾ ജയചന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഈ പാട്ട് 2012 ഇറങ്ങുന്നത്. ഒരു 3-4 വർഷം മുമ്പ്, അല്ലെ ഒരു 5-6 വർഷം മുമ്പും എന്നെ ഇതുപോലെ വിളിച്ചു എന്നും ഞാൻ പാടാൻ ചെന്നില്ല എന്നുള്ളൊരു എനിക്ക് തോന്നുന്നു അത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പാണ്. അപ്പോൾ പിന്നീട് ജയചന്ദ്രനും പറഞ്ഞത് അന്ന് അത് പാടിയിരുന്നെങ്കിൽ ഒരു സാധാരണ പാട്ട് അത് പാടി അങ്ങനെ അങ്ങ് പോയേനെ. പക്ഷെ ഇത് ഈ ഒരു പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇത് ഒരു സ്റ്റാമ്പായിട്ട് ലോകം മുഴുവൻ അത് വലിയൊരു പാട്ട് നമുക്ക് വേണ്ടി രണ്ടുപേരും. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നോ, ഞാലിപ്പൂങ്കദളി വാഴ പൂക്കളിൽ ആകെ തേൻ നിറഞ്ഞോ, ഓ ആകെ തേൻ നിറഞ്ഞോ, ആറ്റ് നോറ്റ് ഈ കാണാമരത്തിന് പൂവും കായും വന്നോ,
മീനത്തീ വെയിലിൻ ചൂടിൽ തണുതണെ തൂവൽ വീശി നിന്നോ, തൂവൽ വീശി നിന്നോ.